ഞങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐക്കെതിരെ അതായത് മാതൃകാ പ്രവർത്തനം നടത്തി നിങ്ങളെല്ലാവരും വ്യത്യസ്ത തരത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചു, 100 വീടിനുള്ള 20 കോടി രൂപ കൈമാറി. അത് ആദ്യഘട്ടം നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രതീകാത്മകമായി ഒരു ചെക്ക് കൈമാറി. അത് നിങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ചെയ്യുക അങ്ങനെ തന്നെയാണ്. ഒരു മോഡൽ ചെക്ക് അങ്ങ് കൈമാറും. അതിൽ നമ്മൾ ആ ചെക്ക് എടുത്തിട്ടാണോ ബാങ്ക് കൊടുക്കുക? എന്ത് വിവരമില്ലാത്ത വർത്തമാനമാണ് ഇവരുടെ സൈബർ നേതൃത്വം പറയുന്നത്. ആ ചെക്ക് എടുത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമോ? അതൊരു പ്രതീകാത്മകമായി ചെയ്യുന്ന കാര്യമാണ്. അതാ ഇവിടെ സൂചിപ്പിച്ചത്. അതിനുശേഷവും ഈ സംസാരം നടക്കുമല്ലോ, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ കൈമാറി. ഞങ്ങളോടിപ്പോൾ ഇവർ ചോദിക്കുന്നു ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ എന്നുള്ളത്. ഇതാ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കനറ ബാങ്കിൽ ഞങ്ങളെടുത്ത ബാങ്കിൻ്റെ അക്കൗണ്ടാണിത്. ആർക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഈ അക്കൗണ്ട് തുടങ്ങിയത്. തിരുവനന്തപുരം പേട്ട 695024 എന്ന് പറയുന്ന ഇവരുടെ ബ്രാഞ്ചിൽ 2769 തിരുവനന്തപുരം പേട്ട 695024 എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയത്. ആ അക്കൗണ്ട് സെപ്പറേറ്റ്, സാധാരണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ട് വേറെയുണ്ട്. ഇതിനു വേണ്ടി മാത്രം, ഞങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ അക്കൗണ്ടാണ്. ഇതിനോടൊപ്പം 214 വെർച്വൽ അക്കൗണ്ട് കൂടി കനറ ബാങ്ക് ഇടപെട്ട് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്തു തന്നു. ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റികൾ ആ അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചത്. അതിൻ്റെ രേഖയാണിത്. വി ഡി സതീശനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ആപ്പിലൂടെ വന്ന പണം ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കാൻ പറ്റുമോ? ഇതിൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവരുടെ പ്രചരണം 4 കോടിയോ മറ്റോ കിട്ടിയിട്ടുള്ളൂ, അവർ 20 കോടിയൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. നിങ്ങളിൽ പലരും ഞങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കുക, ഈ സൈബർ ടീമിനെ ഇറക്കി ആക്രമിക്കുക. ഇവിടെ ഇതാ 17 മെയ് മാസം, ഒന്ന് മാറ്റിയാൽ മെയ് മാസം 25-ാം തീയതി 001104620231 ഫണ്ട്സ് ട്രാൻസ്ഫർ ഡെബിറ്റ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് വയനാട് ടൗൺ 1 കോടി രൂപ. പിന്നെ അടുത്ത ദിവസവും അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 5 ചെക്ക് ഒരുമിച്ച് മാറുകയാണ്. 32, 31, 32, 33, 34, 35 നമ്പറിലാണ് ഈ ചെക്ക് മാറിയത്. അതേ അക്കൗണ്ടിലേക്ക് ഇതാ ഈ ചെക്ക് കൊടുത്തതാണ്. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പിന്നെ അടുത്ത ഗഡുവായി ഞങ്ങൾ 15 കോടി കൊടുത്തു. അതിത് 5 ജനുവരി 26 0010846262 ഫണ്ട്സ് ട്രാൻസ്ഫർ ഡെബിറ്റ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് വയനാട് ടൗൺ 15 കോടിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. കനറ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വി ഡി സതീശൻ പറഞ്ഞയക്കുന്ന ഒരാളെ അതല്ലേ പറയേണ്ടത്, അല്ലാതെ ഇവരുടെ മുഖമില്ലാത്ത എല്ലാ തോന്നിവാസങ്ങൾക്കും മറുപടി പറയണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാർ ഇതാ പണം പിരിച്ച് മുക്കി എന്നൊക്കെ പറയാ. ഇവരോടൊക്കെ ഏത് ഭാഷയിലാണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? ആരാ യഥാർത്ഥത്തിൽ മുക്കിയത്? ഈ വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം നടത്തട്ടെ, എന്നിട്ട് പറയട്ടെ നേരത്തെ പറഞ്ഞതുപോലെ, എന്നിട്ട് ഒരാളെ വിടട്ടെ. ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ തിരക്കാണെങ്കിൽ മറ്റൊരാളെ വിടട്ടെ, ആരെങ്കിലും വിടട്ടെ. നമുക്ക് ഈ രേഖകൾ പരിശോധിക്കാം. തിരിച്ച് വി ഡി സതീശന് കോൺഗ്രസ് പിരിച്ച, ആപ്പിലൂടെ പിരിച്ച പണത്തെക്കുറിച്ച് ഈ നാടിനോട് പറയാൻ പറ്റുമോ? ആ യൂത്ത് കോൺഗ്രസ്സുകാരോട് 30 വീട് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ്സുകാരോട് ആ പണം കൊടുക്കാൻ പറയാൻ പറ്റുമോ? അവർ വേറെ പലതിനും പണം ചെലവഴിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ കയ്യിൽ പണം ഇല്ലാത്തതല്ലല്ലോ. ഈ പാവപ്പെട്ട വയനാട്ടിലെ ദുരന്തബാധിതരെ കാണിച്ച് പിരിച്ചിട്ട് 1 കോടി രൂപ കിട്ടിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ 86 ലക്ഷം കിട്ടിയെന്ന്, ഈ പിന്നെ പറഞ്ഞു 1 കോടി കിട്ടിയെന്ന്. ഇവർ പ്രഖ്യാപിച്ച 30 വീട് പൂർത്തീകരിക്കണ്ടേ? ഞങ്ങൾ പ്രഖ്യാപിച്ചത് നിങ്ങൾ പലരും 30-ാം തീയതി ലൈവ് ചെയ്തിട്ടുണ്ട്. ഏത് നമ്മുടെ ജൂലൈ മാസം ദുരന്തമുണ്ടായ ജൂലൈ മാസം ലൈവ് ടെലികാസ്റ്റിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമുണ്ട്. ഞങ്ങൾ സർക്കാരുമായി ചേർന്നാണ് ഈ പുനരധിവാസ പ്രവർത്തനത്തിൽ, വീടുണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളികളാവുക എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങളുടെയൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്തു വെച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇത്രയും വളരെ സുതാര്യമായി കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു സംഘടനയെ ഇങ്ങനെ ഈ ഒരു പുകമറയിൽ നിർത്താൻ പാടുണ്ടോ? വയനാടിന് വേണ്ടി ഡിവൈഎഫ്ഐ ചെയ്ത ഇടപെടലുകൾ ഈ കേരളം കണ്ടതല്ലേ? ആക്രി പെറുക്കിയതും ഞങ്ങൾ മറ്റ് സേവന പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ സമാഹരിച്ച പണവും അധ്വാനം വിൽപ്പന നടത്തിയതും ഞങ്ങളുടെ
സഖാക്കളുടെ കല്യാണത്തിനും പിറന്നാളിനും മറ്റും മാറ്റിവെച്ച പണം ശേഖരിച്ചും സ്വരൂപിച്ചുമൊക്കെ ഞങ്ങൾ പണമുണ്ടാക്കിയത് ഈ കേരളമാകെ കണ്ടതല്ലേ? എന്നിട്ടും ഒരു നാണവുമില്ലാതെ ഈ കനകലുവിൻ്റെ ഒക്കെ ഉപദേശം കേട്ട് ഒരു വൈകാരിക തലം, ഒരു വല്ലാത്ത തലം ഇവിടെ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കല്ലേ? ഇങ്ങനെ നുണ പറഞ്ഞു പോയാലോ? ഇവർ പറഞ്ഞ് ജനത്തെ പറ്റിച്ചത് ഒരു പ്രശ്നവുമല്ല, പച്ചക്ക് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാ. ഈ പറയുന്നവരെ എങ്ങനെയായി ജനം വിശ്വസിക്കുക? ഇനി നാളെ ഇവർ പറയുകയാണല്ലോ ഇവരൊക്കെ അധികാരത്തിൽ, ഇവരെങ്ങാനും അധികാരത്തിൽ വന്നാൽ ഇവർ പറയുന്ന വാക്കിന് വല്ല വിലയും ഉണ്ടാവൂ? പരസ്യമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് അതിനൊരു കണക്കുമില്ല, ഒരു അക്കൗണ്ടുമില്ല, ഒരു രേഖയുമില്ല. എന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേനാൾ പോയിട്ട് തറക്കല്ലിട്ട് പോയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് DYFI പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ, മാതൃകാപരമായി ഇടപെട്ട ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ഈ പറയുന്ന ഈ സൈബർ കൂട്ടങ്ങളെ ഇറക്കി വിടുന്ന ഈ VD സതീശനെയൊക്കെ എങ്ങനെയാണ് ഈ കേരളം വിശ്വാസത്തിലെടുക്കുക? എങ്ങനെയാണ് അതിനൊക്കെ അംഗീകരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്കെതിരെ ഇത് കേരളത്തിന്റെ ഒരു പ്രതിരോധ സേനയായി ഇടപെട്ട DYFIയെ ഈ തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം. ഇപ്പൊ അതിൽ പറയും ബാക്കി കൃത്യം 20 കോടി രൂപ ബാക്കി എവിടെ? അതുകൂടി ഉണ്ട് ചോദ്യം. ഞങ്ങളുടെ ഈ അക്കൗണ്ടിലുണ്ട്. അതാ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയാണല്ലോ തീരുമാനിക്കേണ്ടത് ആ പണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ ഇത് എവിടെ നിക്ഷേപിച്ചു എന്നുള്ളതിന്റെ രേഖയൊക്കെ ഇത് വെച്ചത്. ഞങ്ങളുടെ കയ്യിൽ ഇതിന്റെ രേഖകളുണ്ട്. പണം ഏത് രീതിയിൽ ചെലവഴിച്ചു അത് 20 കോടി ഞങ്ങൾ കൊടുത്തു, ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അവിടെ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടന്നു. 178 വീടുകളുടെ താക്കോൽ കൈമാറി, രേഖകൾ കൈമാറി. ഞങ്ങൾ അന്ന് സർപ്രൈസ് ഗിഫ്റ്റുമായി 178 വീടുകളിലേക്ക് TV-യുമായി പോയില്ലേ? അപ്പൊ ഇതിലൊക്കെ ഇത് കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത അസ്വസ്ഥത നോക്കൂ നിങ്ങൾ. അവർ ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ നുണ പറഞ്ഞ് ചെളിവാരി എറിയുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ VD സതീശനെ ഒന്നും നന്നാക്കാൻ പറ്റില്ല. കാരണം നുണ പറയാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുകയാണ്, തൻ്റെ അണികളെ നുണകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ നന്നാകും എന്ന അഭിപ്രായമില്ല. സത്യം അറിയാനും സത്യം മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, അല്ല, അതിൽ നിന്ന് തന്നെ മാധ്യമങ്ങൾക്ക് വളരെ കൃത്യല്ലേ അദ്ദേഹത്തിന്റെ ഒരു നിലവാരം നോക്കൂ നിങ്ങൾ. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ, ഏതാ സാഹചര്യം പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയും ദൃശ്യങ്ങൾ ചോദിക്കുകയും അവരെ നടിയെന്നും മറ്റു പലതുമൊക്കെ വിളിച്ച് ഈ കോൺഗ്രസിന്റെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വല്ലാതെ അപമാനിക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റാണ് നടത്തിയത്. ഞങ്ങൾ ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഞാനും അത് പറയുന്നതിന് മുമ്പുണ്ട് ബഹുമാനത്തോടെ എന്നാ പറഞ്ഞത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ നിങ്ങൾ. DYFIയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നമ്മൾ പറഞ്ഞതിന് അദ്ദേഹം പ്രതികരിച്ചതിൽ എനിക്കൊട്ടും പ്രയാസമില്ല. കാരണം സ്വന്തം KPCC പ്രസിഡന്റിനെ ഡാഷ് മോനെ മൈക്ക് നീക്കി വെക്കടാ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇടപെട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറ് എന്നല്ലേ നിങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിന്റെ ഒരു ഗതികേടാണ്. ഇത്രയും ഒരു ഗുണനിലവാരമില്ലാത്ത, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഭാഷയിൽ പറയുകയാണ്, ഗുണനിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ കിട്ടിയതിന് ഞങ്ങൾ ലജ്ജിക്കുന്നു.